എൻ്റെ പേര് അനുമോൾ ജെയിംസ്. ഞാൻ സെൻറ്റ് ജോസഫ് ചർച്ച് ഇറുമ്പേത്ത് നിന്നാണ് വരുന്നത്, കോട്ടയം ജില്ല. 2022 സെപ്റ്റംബർ 22 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തത് കഴിഞ്ഞ് എനിക്കൊരു ചെറിയ നടുവേദന ഉണ്ടായി. 1 വർഷത്തേക്ക് നടുവേദന ഉണ്ടായിരുന്നു. ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് UK-യിൽ. അവിടെ 13 മണിക്കൂറാണ് നമ്മൾ അറ്റാച്ച്ഡ് വെച്ച് വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് നടുവേദന ഉണ്ടാവുകയും ഒരു 5 മിനിറ്റ് പോലും എനിക്ക് കണ്ടിന്യൂസ് നടക്കാനോ നിൽക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഡോക്ടറിനെ കണ്ടു. MRI എടുത്തപ്പോൾ എൻ്റെ L4 L5 ഡിസ്ക് പ്രൊട്രൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സർജറി ആയിരുന്നു. അവിടെ സർജറി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ നാട്ടിൽ വന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് പറഞ്ഞ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്തു. അതൊരു 3 ദിവസത്തെ കോഴ്സായിരുന്നു. പക്ഷേ അത് ഫുൾ കോഴ്സ് കഴിഞ്ഞിട്ടും നടുവേദനയ്ക്ക് യാതൊരു മാറ്റമൊന്നും നടന്നില്ല. ആ സമയം ഞാൻ കൃപാസനത്തിലെ വെഞ്ചരിച്ച് തൈലം നടുവിൽ തേച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ നടുവേദന അന്ന് തൊട്ട് പിന്നെ വന്നിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു, പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ ആ പ്രഗ്നൻസി ടൈമിൽ ഫുള്ള് നടുവേദന ഉണ്ടാകും, നല്ല കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും എന്നൊക്കെ. പക്ഷേ ആ ടൈമിലൊന്നും എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. 9 മാസക്കാലം വളരെ സ്മൂത്തായിട്ട് എൻ്റെ പ്രഗ്നൻസി നടന്നു. ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ നിന്ന് കിട്ടിയ പത്രം, ഇംഗ്ലീഷ് പത്രവും വാങ്ങിച്ച് മലയാളം പത്രവും വാങ്ങിച്ച് UK-യിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങളെല്ലാം അവിടെ ഓരോരുത്തരോട് പറയുമായിരുന്നു. പിന്നെ എല്ലാ ദിവസവും 1/2 മണിക്കൂർ ബൈബിൾ വായിക്കുമായിരുന്നു. സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം പള്ളിയിൽ പോകും, ധ്യാനം കൂടും. എല്ലാ ചൊവ്വാഴ്ചകളിലെ അച്ഛൻ്റെ ധ്യാനം ചൊവ്വാഴ്ച കാണാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ എന്തെങ്കിലും കണ്ട് തീർക്കുമായിരുന്നത്. ഇതെല്ലാമാണ് ഞാൻ ചെയ്തത്. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, കഴിഞ്ഞ വർഷം ഞാൻ വന്ന് ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് ഈ വരുന്ന ക്രിസ്മസിനുള്ളിൽ ഒരു കുഞ്ഞിനെ ലഭിക്കണമെന്ന്. ഈ നടുവേദനയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കുഞ്ഞ് ഇത്തിരി കോംപ്ലിക്കേഷൻ ആയിരുന്നു. പക്ഷേ യാതൊരു പ്രശ്നവും കൂടാതെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും എനിക്ക് ഓഗസ്റ്റ് 21 ഒരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ആ ടൈമിൽ ഞാൻ ഡെലിവറിക്ക് അഡ്മിറ്റ് ആയപ്പോൾ മരുന്ന് വെച്ച് മരുന്ന് തന്ന് ഡെലിവറി ഇൻഡ്യൂസ് ചെയ്യാൻ നോക്കി. പക്ഷേ നടന്നില്ല. 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് തന്നു. പക്ഷേ ഡെലിവറി നടന്നില്ല. 3-ാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു, ഇത് മിക്കവാറും സിസേറിയൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ഇരുന്നപ്പോഴാണ് വീട്ടിൽ മമ്മിയോട് പറഞ്ഞ്, മമ്മിയാണ് ഉടമ്പടി തൈലം മമ്മിയുടെ വയറ്റിൽ തേച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 15 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് പെയിൻ സ്റ്റാർട്ടാവുകയും വളരെ പെട്ടെന്ന് തന്നെ നോർമൽ ഡെലിവറി നടക്കുകയും ചെയ്തു. 10 മണിക്കാണ് ഞാൻ മമ്മിയോട് വിളിച്ച് പറഞ്ഞത്. 12:15 എനിക്ക് എൻ്റെ കുഞ്ഞിനെ ലഭിച്ചു. ഇതാണ് രണ്ടാമത്തെ സാക്ഷ്യം. ആ സമയത്തും ഉടമ്പടി തൈലം ഞാൻ 9 മാസക്കാലവും ഉടമ്പടി തൈലം വയറ്റിൽ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ പത്രം മറ്റുള്ളവർക്ക് കൊടുത്ത് അതിൽ ഉടമ്പടി പ്രാർത്ഥന പ്രിൻ്റ് ചെയ്ത് ഞാൻ പത്രത്തിൻ്റെ കൂടെ വെച്ച് മറ്റുള്ളവർക്ക് കൊടുക്കും, വിശ്വാസപ്രമാണം ചൊല്ലിക്കൊടുക്കും. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത്, 2 അനാഥാലയത്തിൽ ചില മാസങ്ങളിലെല്ലാം ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. സ്ഥിരമായി ബൈബിൾ വായിക്കുകയും സാക്ഷ്യം കേൾക്കുകയും ഇവയെല്ലാമാണ് ഞാൻ ചെയ്തത്. എനിക്ക് ചെയ്തു തന്ന 1000 അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി. 2 രാജാക്കന്മാർ 20:5. ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. അനുമോൾ ജെയിംസ് എന്ന ഈ മകൾ തൻ്റെ ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടും അമ്മയോടും ഒപ്പം ചേർന്ന് കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ തൻ്റെ ജീവിതത്തിലെ 2 വലിയ ദൈവാനുഭവങ്ങൾക്ക് നന്ദി പറയുകയാണ്. പ്രത്യേകമാംവിധം മകൾ സൂചിപ്പിക്കുക, നടുവിന് വന്ന കലശലായ വേദന, നടക്കുവാൻ പോലും ആവാത്ത അവസ്ഥകൾ, L4 L5 അത് പ്രൊലാപ്സിനെ കുറിച്ച് ഡോക്ടർമാർ പറയുന്നതും സർജറി നിർദ്ദേശിക്കുന്നതുമായ സാഹചര്യവും, നാട്ടിൽ വന്ന് 3 തവണ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും യാതൊരു കുറവുമില്ലാതെ നടക്കുവാനാവാതെ ഏറെ ക്ലേശിച്ച് കൃപാസനത്തിൽ എത്തിച്ചേരുന്ന സാഹചര്യവും, ഇവിടെ വന്ന അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി പുതുക്കി ഉടമ്പടി തൈലം നടുവിൽ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കുറച്ച് ദിവസങ്ങൾ അത് ഉപയോഗിക്കുമ്പോൾ തന്നെ നടുവേദന പൂർണ്ണമായി മാറിയതിനെക്കുറിച്ചാണ്. അത് വലിയ വേദനയിൽ നിന്ന്, ജോലി ചെയ്യുവാനാവാത്ത സാഹചര്യത്തിൽ നിന്ന് ഏറെ ക്ലേശത്തോടു കൂടിയാണ് അമ്മയുടെ തിരുനടയിൽ കണ്ണീരോടെ ആ നിയോഗത്തെ സമർപ്പിക്കുകയും നേർച്ചവസ്തു ശരീരത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത്.
അത് അമ്മ മാതാവ് സൗഖ്യപ്പെടുത്തിയതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അത് സ്വാഭാവികമായും അതിൻ്റെ തെളിവെന്ത്, എങ്ങനെ ഇത് മാറി എന്ന ചോദ്യമാണ് രണ്ടാമത് അതിനോട് ചേർന്ന് എപ്പോഴും വരിക. മകളോട് ചോദിക്കുമ്പോഴാണ് രണ്ടാമത്തെ സാക്ഷ്യം മകൾ പറയുക, ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പോകുമ്പോൾ ഈ ഡിസംബറിന് മുമ്പ് ഒരു കുഞ്ഞിനെ വേണം എന്നൊരു നിയോഗം അമ്മ മാതാവിന് സമർപ്പിച്ചിരുന്നു. ഡോക്ടർമാരെല്ലാവരും, അവൾ തന്നെ നേഴ്സാണ്, അതുകൊണ്ട് തന്നെ മോൾക്കും അറിയാമായിരുന്നു ഒരു ക്യാരിയിങ് ഇത്ര നടുവുവേദനയും ഇത്ര ഡിസ്ക് പ്രലാപ്സും ഉള്ളപ്പോൾ അത് അപകടകരമാണ്, ഏറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കുമെന്ന്. മകളുടെ വാക്കുകളിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 9 മാസവും ഒരു പ്രയാസവുമില്ലാതെ, വേദനകളൊന്നുമില്ലാതെ, നല്ല ആരോഗ്യത്തോടു കൂടി ഒരു കുഞ്ഞിനെ പ്രദാനം ചെയ്യുവാൻ പറ്റുന്ന വിധത്തിൽ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ പറ്റി. അതാണ് ആ ഉടമ്പടി തൈലം ഉപയോഗിച്ച് നടുവുവേദന മാറി എന്നതിന് പ്രൂഫായി, സാക്ഷ്യമായി മകൾ ഇതിനോട് ചേർത്ത് വയ്ക്കുന്നത്. രണ്ടാമത്തെ സാക്ഷ്യത്തിൽ മകൾ പറയുക, 3 ദിവസമാണ് ലേബർ പെയിൻ വരുന്നതിന് വേണ്ടിയും ഡെലിവറിക്ക് വേണ്ടിയും മരുന്ന് വയ്ക്കുന്നത്. എന്നാൽ 3 ദിവസം വെച്ചിട്ടും യാതൊരു വേദനയുമില്ലാതെ കൂടുതൽ പ്രയാസത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയോട് വിളിച്ച് പറയുന്നത്, ഇത്രയും ഗുരുതര പ്രയാസത്തിനാണ്, അതുകൊണ്ട് അമ്മ എന്തെങ്കിലും ഒന്ന് എനിക്ക് ചെയ്യണം, പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുകയും ഉടമ്പടി തൈലം തേച്ച് 2.25 മണിക്കൂർ കഴിയുമ്പോൾ ഡെലിവറി സംഭവിക്കുകയും ചെയ്യുന്നത്. അതിനെയാണ് രണ്ടാമത്തെ അമ്മ മാതാവിൻ്റെ വലിയ ഇടപെടലും സന്തോഷത്തിൻ്റെ അനുഭവവുമായി മകൾ പങ്കുവയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ആഗ്രഹത്തോടെ നിയോഗം സമർപ്പിച്ച് ഉടമ്പടി എടുക്കുകയും വിശ്വസ്തയോടെ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ജീവിതത്തിൻ്റെ ഏതൊരു ആപത്സന്ധിയിൽ നാം ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് സൗഖ്യത്തിനും കാര്യസാധ്യത്തിനുമുള്ള ഏറ്റവും വലിയ ഔഷധവും ഏറ്റവും എളുപ്പമാർഗത്തിനുള്ള കാരണവുമായി അമ്മ മാതാവ് തിരുക്കുമാരിലൂടെ മാറ്റിത്തരുന്നുണ്ട്. അതുകൊണ്ട് ഭാരങ്ങൾ കുറയ്ക്കുവാൻ, അസാധ്യ കാര്യങ്ങളെ സാധ്യതയുള്ളതാക്കുവാൻ, രോഗങ്ങൾക്ക് സൗഖ്യം നൽകുവാൻ അമ്മ മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണം, കൃപയുടെ സമൃദ്ധി ഈശോയിലൂടെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം പങ്കുവയ്ക്കപ്പെടുന്നു. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവച്ചത്. മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും കരങ്ങളടിച്ച് ദൈവപിതാവിനും തിരുക്കുമാരനും അമ്മ മാതാവിനും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.